നീണ്ട 2 മാസത്തെ വെക്കേഷന് ശേഷം നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയിരിക്കുകയാണ്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് പലതരം പകർച്ചവ്യാധികൾ കുട്ടികൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഇവ തടയാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമതായിട്ട് കൊതുകുകളിലൂടെ പകരുന്ന ഡെങ്കിപ്പനി, മലേറിയ, ചിക്കൻ ഗുനിയ പോലെയുള്ള അസുഖങ്ങൾ. ഇവ വരാതിരിക്കാൻ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക. നമ്മൾ അലസമായിട്ട് വലിച്ചെറിയുന്ന പാത്രങ്ങൾ, ടയറുകൾ, ചിരട്ടകൾ പോലെയുള്ളവ നീക്കം ചെയ്യുക. അതേപോലെ കുട്ടികളെ കൊതുക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം കവർ ചെയ്യുന്ന ടൈപ്പിലുള്ള ഫുള്ളായിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ട് കൊടുക്കുക. മോസ്കിറ്റോ നെറ്റ്സ് ഉപയോഗിക്കുക. പിന്നെയുള്ളതാണ് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന അസുഖങ്ങൾ. മഞ്ഞപ്പിത്തം അഥവാ വൈറൽ ഹെപ്പറ്റൈറ്റിസ്, പിന്നെയുള്ളത് വയറിളക്കം പോലെയുള്ള അസുഖങ്ങൾ, കോളറ, ടൈഫോയിഡ് പോലെയുള്ള അസുഖങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം സ്കൂളിലേക്ക് കൊടുത്തു വിടുക. ടോയ്ലറ്റിൽ പോയതിനു ശേഷവും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയായി കഴുകുവാൻ ശീലിപ്പിക്കുക. ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ജ്യൂസസും ഭക്ഷണവും ഒക്കെ കുട്ടികൾക്ക് മാക്സിമം വാങ്ങിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതേപോലെ വാക്സിനുകൾ, ഈ മഞ്ഞപ്പിത്തത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനും ടൈഫോയിഡിന്റെ വാക്സിനും ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആണ്. അത് എടുക്കുകയാണെങ്കിൽ അതും നല്ലൊരു കാര്യമായിരിക്കും. പിന്നെയുള്ളതാണ് വായുവിലൂടെ പകരുന്ന അസുഖങ്ങൾ, ഫ്ലൂ പോലെയുള്ള അസുഖങ്ങൾ. കുട്ടികൾക്ക് ജലദോഷം, ചുമ, പനി അതുപോലെയുള്ള എന്തെങ്കിലും ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ മാതാപിതാക്കള് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കരുത്. തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും ഒക്കെ ഒരു ഹാൻഡ് കർച്ചീഫ് ഉപയോഗിക്കാൻ കുട്ടികളെ ശീലിപ്പിക്കുക. ഫ്ലൂവിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻസ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലുണ്ട്. അത് നമുക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഈ മഴക്കാലത്തിന് തൊട്ട് മുമ്പായിരുന്നു. എന്നാലും ഇതുവരെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ജൂൺ മാസത്തിൽ തന്നെ കുട്ടികൾക്ക് ഈ ഒരു വാക്സിൻ എടുത്തു കൊടുക്കുക. എല്ലാ വർഷവും ഇതിന്റെ റിപ്പീറ്റ് ഡോസസ് എടുക്കാനുണ്ടാവും. മഴക്കാലത്ത് എലിപ്പനി വരാൻ സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ എലികൾ മൂത്രമൊഴിക്കാൻ സാധ്യതയുള്ള വെള്ളത്തിലോ ചളിയിലോ ഒന്നും കളിക്കാൻ പ്രോത്സാഹിപ്പിക്കരുത്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ മഴക്കാലത്ത് വരുന്ന അസുഖങ്ങൾ തടയാൻ നമുക്ക് പറ്റും.